എന്നെ ഒരുപാട് പേര് വിളിച്ചിട്ട് ചോദിക്കാറുണ്ട്, എനിക്ക് റിയൽ എസ്റ്റേറ്റിൽ വർക്ക് ചെയ്യാൻ താല്പര്യമുണ്ട്, ഇതുപോലെ ഒരു ഏജന്റ് ആവാൻ താല്പര്യമുണ്ട്, ഒരുപാട് ക്യാഷ് ഉണ്ടാക്കാനോ. ഈ ക്യാഷ് കണ്ടിട്ടാണ് ഒരുപാട് പേര് വിളിച്ചിട്ട് ചോദിക്കാറുള്ളത്. അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. നിങ്ങൾ പറഞ്ഞ പോലെ റിയൽ എസ്റ്റേറ്റിൽ വർക്ക് ചെയ്യുമ്പോൾ ഒരുപാട് ക്യാഷ് ഉണ്ടാക്കാം, പക്ഷേ ഇതൊരു കോമ്പറ്റീറ്റീവ് ഫീൽഡാണ്. വളരെ ഹാർഡ്, വളരെ ഫാസ്റ്റ് ഫേസ്ഡ് ആയിട്ടുള്ള ഒരു ഫീൽഡാണ്. അത് കാരണം നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ഇതിൽ ജോയിൻ ചെയ്യുന്നതിന് മുമ്പ് മനസ്സിലാക്കേണ്ടതുണ്ട്. എല്ലാവർക്കും ഒരുപോലെ ശോഭിക്കാൻ പറ്റുന്നില്ല. പക്ഷെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ റിയൽ എസ്റ്റേറ്റോ അല്ലെങ്കിൽ ഏതൊരു ഫീൽഡ് ആയിക്കോട്ടെ, നിങ്ങൾ ഉണ്ടാക്കുന്ന ക്യാഷ് നിങ്ങൾ എങ്ങനെ മാനേജ് ചെയ്യുന്നു എന്നുള്ളതാണ്. നമുക്ക് ഒരുപാട് പേർക്ക് ലോട്ടറി അടിക്കുന്നവർ വരെ ഉണ്ട്. പക്ഷെ ആ ക്യാഷൊക്കെ അവർ എങ്ങനെ മാനേജ് ചെയ്യുന്നു, എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മൾ ആദ്യം. അങ്ങനെ നമ്മുടെ കയ്യിലൊക്കെ കുറച്ച് ക്യാഷ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് ചെയ്യുന്നത് നമ്മുടെ ലൈഫ് സ്റ്റൈൽ അപ്ഗ്രേഡ് ചെയ്യാനാണ് നോക്കുന്നത്. ലേറ്റസ്റ്റ് ഇറങ്ങിയിട്ടുള്ള മൊബൈൽ ഫോണുകൾ വാങ്ങും, അല്ലെങ്കിൽ നമ്മുടെ കാറ് നമ്മൾ എന്ത് ചെയ്യും, പുതിയ ലേറ്റസ്റ്റ് മോഡലാക്കും. അങ്ങനെ ആവശ്യമില്ലാത്ത ഒരുപാട് നമ്മുടെ ക്യാഷുകൾ എന്ത് ചെയ്യും, സ്പെൻഡ് ചെയ്ത് കളയും. നമുക്ക് ഇങ്ങനെ കിട്ടുന്ന ക്യാഷൊക്കെ വെറുതെ വേസ്റ്റ് ആക്കി കളയാതെ എവിടെയെങ്കിലും ഒരു ചെറുതായിട്ട് ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ ചെയ്തിട്ട് ഒരു പാസീവായിട്ടുള്ള മൾട്ടിപ്പിൾ ഇൻകം സോഴ്സ് ഉണ്ടാക്കിയെടുക്കാനാണ് നമ്മൾ. അങ്ങനെ പാസീവായിട്ട് വരുന്ന ഇൻകംസ് വെച്ചിട്ട് വേണം നമ്മുടെ ലൈഫ് സ്റ്റൈൽ 1 by 1 ആയിട്ട് അപ്ഗ്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ചിന്തിക്കുക, എന്നിട്ട് പ്രവർത്തിക്കുക. ക്യാഷ് ഫ്ലോ മാനേജ്മെന്റ് ആണ് ഏറ്റവും അത്യാവശ്യമുള്ള ഘടകം.